ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു വേറൊരു വൈബാണ്, ഒരു വേറൊരു റിലേഷൻഷിപ്പാണ്, വളരെ പ്രഷ്യസ് ആണ്. ബേസിക്കലി സിനിമ കാരണം വന്ന ഫ്രണ്ട്ഷിപ്പേ അല്ല ഇതൊന്നും. കാരണം നല്ല ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇപ്പോൾ രമ്യ ആണെങ്കിലും ശില്പയാണെങ്കിലും അല്ലെങ്കിൽ മൃദുല, ഷഫ്ന, മഞ്ജു ചേച്ചി, സംയുക്ത ചേച്ചി, ഷനീം, സൈനോർ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇങ്ങനെ ആയി വന്നതാണ്. അത് ഓർഗാനിക്കലി സംഭവിച്ചു പോയതാണ്. നമ്മളാരും പ്ലാൻ ചെയ്ത് വന്ന ഫ്രണ്ട്ഷിപ്സ് അല്ല. മലയാളം സിനിമയിൽ എന്നും ഒരു ഗോൾഡൻ എറ ഉണ്ടായിരുന്നു. ഈവൻ 70s വളരെ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് അധികം ഒരു ഭയങ്കര പ്രിപ്പറേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു സീൻ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു മൂഡിലേക്ക് എത്തും. അങ്ങനെയാണല്ലോ ഒരു ആക്ടർ ഉണ്ടാവുക. പെർഫോമൻസിന്റെ പവറാണ്, അല്ലെങ്കിൽ ആ റൈറ്റിങ്ങിന്റെ ഒരു പവറാണ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറേ ആർട്ടിസ്റ്റുകളോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് അവർ ചെയ്തു വെച്ച ആ ഒരു പെർഫോമൻസിന്റെയാണ്. ഈ OTT പ്ലാറ്റ്ഫോംസ് വന്നതിന് ശേഷം നമ്മുടെ ഇവിടെ ഒരു നല്ല സിനിമ വരുമ്പോൾ അത് എല്ലായിടത്തും റീച്ച് ആവുന്നുണ്ട്. ഈ കൺഫെഷൻസ് ഓഫ് എ ഷോപ്പഹോളിക് എന്നുള്ള സിനിമയുണ്ട്. അതൊക്കെ എനിക്ക് ശരിക്കും കാണുമ്പോൾ എന്റെ പോലെയൊക്കെ തോന്നും. അത്യാവശ്യം ഞാൻ ഷോപ്പഹോളിക് ആണ്, പക്ഷെ അതിപ്പോ കുറേശ്ശെ ഞാൻ കുറയ്ക്കാൻ വേണ്ടി ഈ വർഷം തൊട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.